ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചാർജിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ കൂളം ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് കൂളം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു രണ്ട് ചാർജുകൾ എടുക്കുന്ന സമയത്ത് അവർ തമ്മിൽ ഇൻട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. രണ്ടും ലൈക്ക് ചാർജസ് ആണെങ്കിൽ അവർ റിപ്പൽ ചെയ്യും, രണ്ടും അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിന്റെ വാല്യൂ പറയുന്ന ലോനെയാണ് നമ്മൾ കൂളംസ് ലോ എന്ന് പറയുന്നത്. കൂളംസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പോയിന്റ് ചാർജുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലുണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ, that force is directly proportional to product of their charges q1 and q2, and that force is inversely proportional to square of the distance between them. നമ്മളിവിടെ രണ്ട് ചാർജും അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആറാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണ് ഈ രണ്ട് പ്രൊപ്പോർഷനാലിറ്റിയും നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. സോ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു q1 q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊപ്പോർഷനാലിറ്റി നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുന്നു. എഫ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് k ഇൻറ്റു q1 q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ കെ എന്ന് പറയുന്നത് കൂളം കോൺസ്റ്റന്റ് ആണ്. കൂളം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് ഇൻ CGS യൂണിറ്റ്, ആൻഡ് ദ വാല്യൂ ഓഫ് കെ ഈസ് 9 ഇൻറ്റു 10⁻⁹ ആണ് SI യൂണിറ്റിൽ വരുന്നത്. ദ യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്ന് പറയുന്നതാണ് അവിടെ കെയുടെ യൂണിറ്റ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ q1 q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കെ എന്ന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെയുടെ വാല്യൂ നമ്മൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു 1/4πε0 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 q1 q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ നമ്മൾ ചാർജിനെ വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിലാണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നതാണ് ε0 എന്ന് പറയുന്നത്. ε0 എന്ന് പറഞ്ഞാൽ ആരാണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ദെൻ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഫ്രീ സ്പേസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ε0 ഈസ് ഈക്വൽ ടു 8.854 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതാണ്. ദെൻ നമ്മൾ ഈ പറയുന്ന മീഡിയം, രണ്ട് ചാർജിനിടയിലുള്ള മീഡിയം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. ആ സമയത്ത് നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയത്തിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെറും എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടാണ്. എപ്സിലോൺ ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഫ്രീ സ്പേസും അതേപോലെ തന്നെ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞ പുതിയ ടേം പറയും. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. സോ എപ്സിലൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലൺ ഡിവൈഡഡ് ബൈ ε0 ആണ്. അങ്ങനെയാണ് നമുക്ക് എപ്സിലൺ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സോ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്ന് പറയുന്നത് ε0 ഇൻറ്റു εr. ഈ ഒരു റിലേഷൻസ് നമ്മൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു റിലേഷൻ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ദെൻ നമ്മൾ ഈ പറയുന്ന കൂളം ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ദെൻ കൂളംസ് ലോ ഈസ് വാലിഡ് ഫോർ പോയിന്റ് ടു പോയിന്റ് ലൈക്ക് ചാർജസ്. നമ്മൾ ഈ രണ്ട് ചാർജുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ചാർജിൻ്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ, ചാർജ് തമ്മിലുണ്ടാകുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത് ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സൈസുമായി കമ്പയർ ചെയ്യുമ്പം വളരെ ലാർജ് ആണെങ്കിലാണ് നമുക്ക് കൂളംസ് ലോ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഫോളോസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ലോയിലൊക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. സിമിലർലി ഇവിടെ കൂളം ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. ദെൻ ഇറ്റ് ഫോളോസ് ലോ ഓഫ് സൂപ്പർ പൊസിഷൻ. അതായത് മൾട്ടിപ്പിൾ ചാർജ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു ചാർജിൻ്റെ മുകളിൽ മൾട്ടിപ്പിൾ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടഡ് ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ സം എടുക്കുന്നതാണ് എന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അത് നമ്മൾ +1 വേവ്സിനകത്തൊക്കെ ഗ്രാവിറ്റേഷനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. Then force between two charges is conservative, so electric potential and potential energy can be defined under the influence of this force.
അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നാണ് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇൻ ദാറ്റ് ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫോളോഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രസൻസ് ഓഫ് അതർ നെയ്ബറിംഗ് ചാർജസ് ആണ്. അതായത് രണ്ട് ചാർജുകൾ തമ്മിലുണ്ടാവുന്ന ഫോഴ്സ്, ഒരു Q1 Q2 ഞാൻ കൺസിഡർ ചെയ്തു. അവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F ഈസ് ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ്. ദെൻ ഞാൻ അനദർ ചാർജ് Q3 ഇവിടെ വെച്ച് കഴിഞ്ഞാലും ഈ ഫോഴ്സ് ബിറ്റ്വീൻ 1 and 2 നിന്നുണ്ടാവില്ല, യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവില്ല എന്നാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഡിപ്പെൻഡ് അപ്പോൺ ദ മീഡിയം. ഫോഴ്സ് എന്ന് പറയുന്നത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ R ഉള്ള മീഡിയത്തിലാണ് നമ്മൾ ചാർജിന് വെക്കുന്നത് വെക്കാം. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ R ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എയറിലാണ് രണ്ട് ചാർജിന് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ വൺ ഈസ് Q1 ആൻഡ് അനദർ വൺ ഈസ് Q2 വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ. സപ്പോസ് എയറിലാണ് ഈ പറഞ്ഞ ചാർജിന് വെച്ചെങ്കിൽ ഫോഴ്സ് ഇൻ എയർ ഈസ് ഈക്വൽ ടു എന്താണ്, ഫോഴ്സ് ഇൻ എയർ ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ്. അതിനാണെങ്കിൽ ഈ ചാർജിനെ നമ്മളൊരു മീഡിയത്തിലേക്ക് വെക്കുന്നു. ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറയുന്നത് എന്ത് പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4π പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എപ്സിലോൺ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് വരും. സോ ഇവിടെ എപ്സിലോൺ നമുക്ക് എന്ത് കൊടുക്കാം, എപ്സിലോൺ 0 ആ ഒരു റിലേഷൻ നമുക്ക് കൊടുക്കാം. എപ്സിലോൺ ഈസ് ഈക്വൽ ടു, ഇവിടെ എപ്സിലോൺ R അല്ല, എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ R എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ പകരം നമ്മൾ എപ്സിലോൺ 0 എപ്സിലോൺ R കൊടുത്തു കഴിഞ്ഞാൽ 1/4π എപ്സിലോൺ 0 എപ്സിലോൺ R ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് വരും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാർട്ട് നോക്കിക്കേ, 1/4π എപ്സിലോൺ 0 Q1 Q2 ബൈ R² എന്ന് പറഞ്ഞാൽ ആരാണ്, അത് ഫോഴ്സ് ഇൻ എയർ അല്ലേ, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ ഫ്രീ സ്പേസ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ R. ഇവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിനെ നമ്മൾ എന്തും പറയുന്നുണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയം എന്ന് പറയുന്നുണ്ട്, K എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയം. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ കൂടുതലായി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് കൂടുതൽ പഠിക്കുന്നത്. രണ്ടും സെയിം തന്നെയാണ് വാല്യൂസ് വരുന്നത് എന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ R ആണ്. അല്ലെങ്കിൽ നമുക്ക് റിലേഷൻ എന്ത് എഴുതാം, ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ആണ്. ഈ രണ്ട് റിലേഷനും K എടുത്താലും എപ്സിലോൺ R എടുത്താലും സെയിം ആണ്. നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ എപ്സിലോൺ R റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് എടുത്ത് കാണാം, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K, രണ്ടും എന്ത് തന്നെയാണെന്ന് മനസ്സിലാക്കുക, സെയിം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. 2 point charges plus Q1 and plus Q2 are placed R meter apart in vacuum. Force on Q1 due to Q2 is F. If now a third charge plus Q3 is placed at the midpoint of the line joining the charges, then force on Q1 due to Q2, what will happen എന്നാണ്. നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യാം. രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്ത് കൺസിഡർ ചെയ്യാം. സപ്പോസ് one charge is Q1. This charge is Q1 and another charge is Q2. രണ്ടും പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് Q2 ആൻഡ് ദ ലൈൻ സെപ്പറേറ്റിംഗ് ദം, ഇതാണ് അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഫോഴ്സ്. സപ്പോസ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ 2R എന്ന് എടുക്കുകയാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഞാൻ എന്തെടുക്കുന്നു, 2R എന്ന് എടുക്കുകയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് F12 ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ 2R ഹോൾ സ്ക്വയർ എന്ന് വരും. റെഡി. ദെൻ നമ്മൾ മറ്റൊരു ചാർജിനെ ഈ പറയുന്ന ചാർജുകൾക്കിടയിൽ എക്സാക്റ്റ് മിഡ് പോയിന്റിൽ പ്ലേസ് ചെയ്യാണ്. സോ ആ ചാർജിൻ്റെ വാല്യൂ എത്രയാണ്, ആ ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് +Q3 ആണ്. എല്ലാം പോസിറ്റീവ് ചാർജ് തന്നെയാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, Q3 എന്ന് പറയുന്ന ചാർജിനെ എക്സാക്റ്റ് മിഡ് പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നു. സോ ഈ ഡിസ്റ്റൻസ് 6 വരും, ഈ ഡിസ്റ്റൻസും 6 വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. നമുക്കറിയാം മറ്റൊരു ചാർജിൻ്റെ പ്രസൻസ്, Q3ൻ്റെ പ്രസൻസ്
ഫോഴ്സ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2നെ എഫക്റ്റ് ചെയ്യുക. സോ അതിനെന്തില്ല, യാതൊരു ചേഞ്ചും ഇല്ല, റിമെയിൻ സെയിം ആണ്. ദെൻ നെറ്റ് ഫോഴ്സ് ഓൺ Q1. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഓൾറെഡി Q1 Q2 തമ്മിൽ എന്തുണ്ട്, ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ F12 ആണ്. ദെൻ ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 3, ഇവിടെ പുതുതായി വെച്ചിരിക്കുന്ന ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു K Q1 Q3 ഡിവൈഡഡ് ബൈ R² വരും. അപ്പോൾ രണ്ടും റിപ്പൽസീവ് ആണ്. സോ നെറ്റ് ഫോഴ്സ് ഓൺ Q1 എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. നെറ്റ് ഫോഴ്സ് ഓൺ Q1 വിൽ ഇൻക്രീസ് ആണ്. നെറ്റ് ഫോഴ്സ് ഓൺ Q1 വിൽ ഇൻക്രീസ് ആണ്. റെഡി? ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈച്ച് ഓഫ് 1 മൈക്രോ കൂളം ആർ സെപ്പറേറ്റഡ് ഇൻ എയർ ബൈ 1 സെൻറ്റിമീറ്റർ. സോ ഇവിടെ നമ്മൾ രണ്ട് ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. രണ്ടും സിമിലർ ചാർജാണ്. രണ്ട് ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ രണ്ടും ഞാൻ Q ഈച്ച് എന്ന് എടുത്തു. അവർ തമ്മിലുള്ള സെപ്പറേഷൻ R എന്ന് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, അവർ എയറിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സോ K Q² ഡിവൈഡഡ് ബൈ R² എന്ന് വരും. സോ ഇവിടെ Qൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 മൈക്രോ കൂളമാണ്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 ആണ്. സോ എനിക്ക് എന്ത് എഴുതാം, 1 × 10⁻⁻6 കൂളം. സിമിലർലി ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10⁻². മീറ്റർ എന്നാണ് വരുന്നത്. ആ സെൻറ്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. Kൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം, 9 × 10⁻9 ആണ്. ദെൻ Q² എന്ന് പറഞ്ഞാൽ 1 × 10⁻6 ഹോൾ സ്ക്വയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ 1 × 10⁻². 1 × 10⁻² ഹോൾ സ്ക്വയർ. ദെൻ നമ്മളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9 × 10⁻9 ഇൻറ്റു 1 × 10⁻6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻12 ഡിവൈഡഡ് ബൈ 10⁻² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10⁻4. 10⁻4 10⁻12 ക്യാൻസൽ ചെയ്യുമ്പോൾ 10⁻8. 10⁻8 10⁻9 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇൻറ്റു 10 വരും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 90 ന്യൂട്ടൺ എന്നാണ് കിട്ടും. റെഡി? ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ സിംപ്ലിഫൈ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നീറ്റ് 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോഴ്സ് ബിറ്റ്വീൻ ടു ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് A and B carrying same charge and separated by distance R in vacuum is F. അപ്പോൾ രണ്ട് സിമിലർ ചാർജുകൾ ഒരേപോലെ സ്ഫെറിക്കൽ ബോഡീസ് ആണ്. രണ്ടിൻ്റെ മുകളിലുള്ള ചാർജ് സിമിലർ ആണ്. സോ ഞാൻ ക്യാപിറ്റൽ Q ഈച്ച് എന്ന് എടുക്കുന്നു. അവർ R ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. F ഈസ് ഈക്വൽ ടു K Q² ഡിവൈഡഡ് ബൈ R² ആണ്. അത് F ആണ് തന്നിട്ടുണ്ട്. ദെൻ a third identical sphere C first brought in contact with A, then B, and finally C is taken away. Now force between A and B becomes. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി എയുടെ സൈഡിൽ Q ചാർജ് ഉണ്ട്. ആ Q ചാർജ് ഉള്ള എയുമായി ചാർജ് ഇല്ലാത്ത സീനെ ഒന്ന് കണക്ട് ചെയ്യുന്നു. രണ്ടും കണ്ടക്ടേഴ്സ് ആണ്, സിമിലർ ബോഡീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് രണ്ടിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി എത്രയാണ്, Q ഇനീഷ്യൽ എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് സെക്കൻഡിൻ്റെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ Q ഇനീഷ്യൽ ടോട്ടൽ ചാർജിനെ രണ്ടിലും ഈക്വലായി ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ എയുടെ കയ്യിൽ എത്ര ഉണ്ടാവും, Q/2 ഉണ്ടാവും. സീൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവും, അവിടെയും Q/2 ഉണ്ടാവും. ദെൻ ഈ Q/2 ചാർജ് ഉള്ള സീനെ ആരെടുത്ത് പോയി കണക്ട് ചെയ്യുന്നു, ബിയുമായി കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിലവിൽ സീൻ്റെ അടുത്ത് എത്ര ചാർജ് ഉണ്ട്, Q/2 ഉണ്ട്. ബിയുടെ കയ്യിൽ Q ഉണ്ട്. അവരെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ചാർജ് ഈക്വലായി ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എത്രയാണ് വരുന്നത്, Q ടോട്ടൽ Q പ്ലസ് Q/2. Q ചാർജ് ബീൻ്റെ അടുത്തുണ്ട്, Q/2 ചാർജ് സീൻ്റെ അടുത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും, 3Q/2 എന്ന് പറയുന്നതാണ് ടോട്ടൽ ചാർജ്. ഈ 3Q/2 ചാർജ് രണ്ട് ബോഡിയിലും ഈക്വലായി ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബിക്ക് എത്ര കിട്ടും, 3Q/2ൻ്റെ പകുതി എത്രയാണ്, 3Q/4 ആണ്. ദെൻ അടുത്തതിൽ എന്ത് കിട്ടും, 3Q/4 ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇനീഷ്യലി ഇന്നൊരു സീൻ നമ്മൾ റിമൂവ് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ എത്ര ചാർജ് ആണുള്ളത്, എയുടെ കയ്യിൽ എത്ര ചാർജ് ആണുള്ളത്, എൻ്റെ കയ്യിൽ Q/2 ചാർജ് ആണുള്ളത്. സോ ചാർജ് ഓൺ എ ഈസ് Q/2. ദെൻ ചാർജ് ഓൺ ബി എത്രയാണ്, ഫൈനൽ കണ്ടീഷനിൽ ചാർജ് ഓൺ ബി എന്ന് പറയുന്നത് എത്രയാണുള്ളത്, ഇവിടെ നോക്കിക്കേ 3Q/4 ആണ്. സോ 3Q/4. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ തമ്മിലുള്ള പുതിയ ഫോഴ്സിനെ ഞാൻ F' എന്ന് വിളിക്കുന്നു. സോ F' ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഫസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ Q/2 ഇൻറ്റു സെക്കൻഡ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3Q/4 ഓൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് സ്റ്റിൽ R. സോ R².
ഇനി ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. മുകളിൽ 3 എന്ന് പറഞ്ഞ ന്യൂമറൽ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. ദെൻ ബാക്കിയുള്ള ടേംസിന് ഞാൻ എഴുതുന്നു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നമുക്കറിയാം കെ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫോഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 3/8 ഇൻറ്റു എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 3/8 എഫ്. ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നീറ്റ് 2025 ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 spheres having equal charges exert F force on each other. Now 20% of charge of one sphere is transferred to another sphere. The new force between them in terms of F എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ഫോഴ്സ് രണ്ട് ബോഡി നമ്മളും ക്യൂ ചാർജ് ഈച്ച് ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്തു. റെഡി? അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, എഫ് ഈസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. എ എന്ന് പറഞ്ഞ ബോഡിയിൽ നിന്നും ഒരു 20% ചാർജ് എടുത്ത് ബിക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ക്യൂവിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 0.2 ക്യൂ അല്ലേ, 0.2 ക്യൂ അല്ലേ. അതിന് ഞാൻ ക്യൂ എ ഡാഷ് എന്ന് വിളിച്ചു, ക്യൂ എ ഡാഷ് അല്ലെങ്കിൽ ക്യൂ ഡാഷ് എന്ന് വിളിച്ചു. അപ്പോൾ ക്യൂ ഡാഷ് ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യൂ എയിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 0.2 ക്യൂവിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് കണ്ടീഷൻ, ഫൈനൽ കണ്ടീഷനിൽ ക്യൂ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ക്യൂ എ ഡാഷ് ഈസ് ഈക്വൽ ടു 0.2 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് ഉണ്ടാവുക, 0.8 ക്യൂ ആണ് ഉണ്ടാവുക. ആ 0.2 ക്യൂ ആർക്ക് കിട്ടി, സെക്കൻഡ് ബോഡി ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ചാർജിന് ഞാൻ എന്ത് വിളിക്കുന്നു, ക്യൂ ബി ഡാഷ് എന്ന് വിളിക്കുന്നു. ഓൾറെഡി അവിടെ ക്യൂ ഉണ്ടായിരുന്നു, ഒരു 0.2 ക്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ പ്ലസ് 0.2 ക്യൂ നമുക്ക് എന്ത് കിട്ടും, 1.2 ക്യൂ ആണ്. ഇവിടെ നമ്മൾ ക്യൂ എ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന ക്യൂ മൈനസ് 0.2 ക്യൂ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, 0.8 ക്യൂ എന്ന് കിട്ടുക. റെഡി? അതായത് 20% എന്ന് പറഞ്ഞാൽ 0.2 ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ എഫ് ഡാഷ് എന്ന് വിളിക്കുന്നു. സോ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ എ ഡാഷ് ഇൻറ്റു ക്യൂ ബി ഡാഷ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 ക്യൂ ഇൻറ്റു ക്യൂ ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സോ നമുക്ക് ആ കോൺസ്റ്റൻറ്റുകൾ വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 0.8 ഇൻറ്റു 1.2 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുക, 0.96 എന്നാണ് കിട്ടുക. സോ 0.96 ഇൻറ്റു കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും. സോ കെ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 0.96 എഫ് എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഫൈനൽ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ്. Ready?